ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സൊക്കെ കണ്ടില്ലേ? എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണേ. അപ്പോൾ ഇന്ന് നമ്മളിനി അത് കണ്ടിന്യൂ ചെയ്യാണ്. നമ്മൾ എടുക്കാൻ പോകുന്നത് സെൻസസ് ആൻഡ് സാമ്പിൾ മെത്തേഡ്. സെൻസസ് മെത്തേഡ്, സാമ്പിൾ മെത്തേഡ് അതെന്താണെന്നുള്ളതാണെന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി ഉണ്ട്. അപ്പോൾ എന്താണ് സെൻസസ് ആൻഡ് സാമ്പിൾ മെത്തേഡ് എന്ന്? അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് സാമ്പിൾ, എന്താണ് പോപ്പുലേഷൻ, എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ഈ സെൻസസ് മെത്തേഡ് എന്താണ്, സാമ്പിൾ മെത്തേഡ് എന്താണെന്ന് നോക്കാം. In any statistical investigation, one is interested in studying the population characteristic. This can be done either by studying the entire items in the population or one apart drawn from it. If you are studying each and every element of the population, the process is called census method. And if you are studying only a sample, the process is called sample survey, sample method or sampling. എന്താ പറഞ്ഞത് മനസ്സിലായോ? അതായത് നമ്മൾ പറഞ്ഞു ഒരു പോപ്പുലേഷൻ്റെ ചില ഭാഗങ്ങളാണ് നമ്മൾ സാമ്പിൾ എന്നൊക്കെ പറഞ്ഞിരുന്നു അല്ലേ? അതിന് കുറച്ചെടുക്കുന്നതാണ് സാമ്പിൾ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ ഒരു പോപ്പുലേഷനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഓരോ ഇപ്പോൾ ഒരു പോപ്പുലേഷൻ ഇപ്പോൾ നമ്മളൊരു കുറച്ച് ആൾക്കാരോട് എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ അവരുടെ വേജസിനെ കുറിച്ചിട്ടോ എന്തെങ്കിലും നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെന്ന് വിചാരിച്ചോ, അവരുടെ സാലറി എന്താണെന്ന് ചോദിക്കാൻ വിചാരിച്ചോ. അപ്പോൾ നമ്മൾ ഓരോ ആൾക്കാരോടും നമുക്ക് ചോദിക്കാം, അല്ലെങ്കിൽ നമ്മൾ അതിന് ഓരോ സാമ്പിളുകൾ എടുത്തിട്ടും വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം അല്ലേ? അങ്ങനെ ഓരോ ആൾക്കാരോടും നമ്മൾ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? സെൻസസ് മെത്തേഡ് എന്ന് പറയും. ഒരു സാമ്പിൾ എടുത്തിട്ടാണ് നമ്മൾ ചോദിക്കണതെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? സാമ്പിൾ മെത്തേഡ് അല്ലെങ്കിൽ സാമ്പിൾ സർവേ ഓർ സാമ്പിളിംഗ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, ദ ഇന്ത്യൻ പോപ്പുലേഷൻ സെൻസസ് or a socio-economic survey of a whole village by a college planning forum are examples of census studies. അതായത് ഇന്ത്യൻ പോപ്പുലേഷൻ സെൻസസ് ഒക്കെ ഓരോ ആൾക്കാരോടുള്ള ഇതാണ്. ഓരോ ആൾക്കാരെയും നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങളും പല സ്ഥലത്തു നിന്നായിട്ട് എടുത്തിട്ട്. അപ്പോൾ അതൊക്കെ എന്താണ്? ഒരു സെൻസസ് സ്റ്റഡീസാണ്. ദ നാഷണൽ സാമ്പിൾ സർവേ എൻക്വയർസ് ആർ എക്സാമ്പിൾസ് ഓഫ് സാമ്പിൾ സ്റ്റഡീസ്. അപ്പോൾ അത് നിങ്ങൾ അങ്ങനത്തെ എക്സാമ്പിൾസ് ഒന്നും നോക്കണ്ട, നിങ്ങൾ ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ നമ്മൾ ഒരാളെ അങ്ങനത്തെ വലിയ വലിയ എക്സാമ്പിളൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പണിയാവും. അപ്പോൾ നിങ്ങൾ സിമ്പിളായിട്ട് എക്സാമ്പിൾ എടുക്കുക. അപ്പോൾ നമ്മളൊരു വില്ലേജിൽ എത്ര പേർക്ക് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ട്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഓരോരുത്തരോട് നമ്മൾ ചോദിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അതെന്താവും? സെൻസസ് മെത്തേഡാവും. നേരെ മറിച്ച് നമ്മൾ ഓരോ ഗ്രൂപ്പ് ഒരു വില്ലേജിൽ തന്നെ ചെറിയ കുറേ ഭാഗങ്ങളുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ ഒരു ഭാഗത്തിൽ കുറച്ച് ആൾക്കാരോട്, അങ്ങനെ കുറച്ച് ആൾക്കാരോട് ഒരു സാമ്പിൾ എടുത്ത് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയുന്നത്? സാമ്പിൾ സ്റ്റഡീസ് എന്ന് പറയും. ഇനി എന്ത് പറയാം? ഇറ്റ് ഈസ് ഒബ്വിയസ് ദാറ്റ് ദ റിസൾട്ട്സ് ഒബ്റ്റെയിൻഡ് by a census are likely to be more reliable than those obtained by taking sample survey. കാരണം സാമ്പിൾ എടുക്കണേക്കാട്ടിയും എന്താ പറയുക, കുറച്ചും കൂടിയും അക്യുറേറ്റ് ആയിരിക്കും സെൻസസിൽ എടുക്കുന്നത്. കാരണം സെൻസസ് നമ്മൾ ഓരോരുത്തരെയും നോക്കുന്നുണ്ട്, സാമ്പിൾ നമ്മൾ ചില ആൾക്കാരൊന്നും നോക്കണില്ല. കാരണം ഓരോ സാമ്പിളിലല്ല നമ്മൾ എടുക്കുന്നത്, എല്ലാവരും എടുക്കണം എന്നില്ല, അതിൽ ചില ആൾക്കാരെ മാത്രം സെലക്ട് ചെയ്യണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെന്താണ്? മോർ റിലയബിൾ ആണ് സെൻസസ് മെത്തേഡ്. ബട്ട് സെൻസസ് സർവേസ് ആർ വെരി കോസ്റ്റ്ലി ആൻഡ് ടൈം കൺസ്യൂമിങ് അല്ലേ? ടൈം കൺസ്യൂമിങ് ആണ്. നമുക്ക് ഓരോരുത്തരോടും ചോദിക്കണമെങ്കിൽ ഒരുപാട് ടൈം വേണം, അതുപോലെ തന്നെ ചിലവേറിയതും കൂടിയാണ്. ബട്ട് ഇൻ സം സർവേസ് സാമ്പിളിംഗ് ഈസ് ദ ഓൺലി പോസിബിൾ മെത്തേഡ് ആൻഡ് ഇൻ അതേഴ്സ് ഇറ്റ് മേ ബി ദ ബെറ്റർ മെത്തേഡ്. അപ്പോൾ ചില സമയത്ത് സാമ്പിളിങ്ങേ പറ്റുള്ളൂ, ചില സമയത്ത് നമുക്ക് എപ്പോഴും സെൻസസ് സർവേ നടത്താൻ പറ്റിക്കോണമെന്നില്ല. അപ്പോൾ നമ്മൾ സാമ്പിളിങ്ങേ പറ്റുള്ളൂ. ഹെൻസ് സാമ്പിളിംഗ് ഹാസ് അക്വയർഡ് എ ഗ്രേറ്റ് ഡീൽ ഓഫ് പോപ്പുലാരിറ്റി ദീസ് ഡേയ്സ്. അതായത് അധികം ഇപ്പോഴൊക്കെ കാര്യമായിട്ട് എടുക്കുന്നത് നമ്മൾ സാമ്പിളിംഗ് സർവേസിലൂടെയാണ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്താണ്? വേരിയബിൾ, വേരിയേറ്റ് ആൻഡ് ആട്രിബ്യൂട്ട്. ഈ 3 ടേംസ് എന്താണെന്നുള്ളതാണ് പറയുന്നത്. ഇനിയും ഇൻ ടെക്നിക്കൽ ജാർഗൺ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ടെക്നിക്കൽ ടേമിൽ എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് ഓർ ന്യൂമറിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഡാറ്റ ആർ കാൾഡ് വേരിയബിൾസ്. വാട്ട് ആർ വേരിയബിൾസ്? ക്വാണ്ടിറ്റേറ്റീവ് ഓർ ന്യൂമറിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഡാറ്റ ആർ കോൾഡ് വേരിയബിൾസ്. മനസ്സിലായോ? അതായത് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ളതോ ന്യൂമറിക്കലി ആയിട്ടുള്ള ഡാറ്റ, ഒരു ക്യാരക്ടറിസ്റ്റിക്, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? വേരിയബിൾ എന്ന് പറയുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇവിടെ പറയുന്നത് എന്താ? ഹൈറ്റ് ഇൻ സെൻറ്റിമീറ്റേഴ്സ്, വെയ്റ്റ് ഇൻ കിലോഗ്രാംസ് ഓർ ഏജസ് ഇൻ ഇയേഴ്സ് ഓഫ് ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ, വേജ് ഇൻ, അങ്ങനെയൊക്കെ. അതായത് ഇപ്പോൾ നമുക്ക് എന്ത് പറയുക? ഒരു കുറച്ച് സ്കൂൾ കുട്ടികളുടെ ഹൈറ്റാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഈ ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു ന്യൂമറിക്കൽ ക്യാരക്ടറിസ്റ്റിക്കാണ്. ആ ഹൈറ്റ് എത്രയെന്നുള്ളത് ക്വാണ്ടിറ്റേറ്റീവാണത്. അപ്പോൾ അങ്ങനെ
അങ്ങനത്തെ എടുക്കുന്ന അത് എന്താ അങ്ങനെ എടുക്കുന്ന. അപ്പോൾ ആ ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്, എന്ത് ക്യാരക്ടറിസ്റ്റിക്കാണ്, ഒരു വേരിയബിളാണ്. അതാണ് ഇതൊരു വേരിയബിളാണ്, അതൊരു ക്വാണ്ടിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്കാണ്. അതുകൊണ്ട് അതൊരു വേരിയബിളാണ്. ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു വേരിയബിളാണ്. എ വേരിയബിൾ ഈസ് എ ക്വാണ്ടിറ്റി വിച്ച് വാരീസ് ഫ്രം വൺ ഇൻഡിവിജ്വൽ ഒബ്സർവേഷൻ ടു അനദർ വിത്തിൻ എ ഗിവൺ സെറ്റ് ഓഫ് വാല്യൂസ് കോൾഡ് ഇറ്റ്സ് ഡൊമെയിൻ. അതായത് ഈ വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഒന്നാണെങ്കിൽ മറ്റൊരാൾക്ക് അതന്നെ ആവണമെന്നില്ല അല്ലേ. ഒരാളെ ഹൈറ്റ് മറ്റൊരാൾക്ക് അതന്നെ ആവണമെന്നില്ലല്ലോ, ഹൈറ്റ് മാറാം. അപ്പോൾ അത് പല വാല്യൂസും വരാം. എല്ലാ വാല്യൂസിനെയും കൂട്ടിയിട്ടാണ് ഇപ്പോൾ ഡൊമൈൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നിങ്ങളൊക്കെ റിയൽ നമ്പേഴ്സ് എന്താണെന്ന് അറിയില്ലേ. അപ്പോൾ റിയൽ നമ്പേഴ്സാണ് ഇവിടെ ഹൈറ്റിൻ്റെ ഒക്കെ ഡൊമൈൻ വരിക. ഏത് റിയൽ നമ്പറും, എല്ലാ റിയൽ നമ്പറൊന്നും ഹൈറ്റ് വരില്ല. നമ്മളൊരു ഹൈറ്റ് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ ഹൈറ്റിൻ്റെ മുകളിലേക്കൊന്നും ആരും ഹൈറ്റ് പോകില്ലല്ലോ. അപ്പോൾ മാക്സിമം എത്ര ഹൈറ്റ് വരെ പോകാം, ആ ഒരു സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇതിൻ്റെ ഡൊമൈൻ എന്ന് പറയാം. ആ ഡൊമൈനിൻ്റെ ഉള്ളിലത്തെ ഏത് വാല്യൂവും ഹൈറ്റായിട്ട് വരാം, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ടാണ് തന്നിരിക്കുന്നത് ദസ് ഹൈറ്റ് ഇൻ സെൻറ്റിമീറ്റേഴ്സ്, വെയ്റ്റ് ഇൻ കിലോഗ്രാംസ് ഓർ ഏജസ് ഇൻ ഇയേഴ്സ് ഓഫ് ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ്, wage in rupees of workers in an industry, daily rainfall in inches at a certain place, എക്സെട്ര ആർ കോൾഡ് വേരിയബിൾസ്. അതൊക്കെ എന്താണ്, വേരിയബിൾസ് ആണ്. മനസ്സിലായോ? അതായത് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് അല്ലെങ്കിൽ ന്യൂമറിക്കൽ ക്യാരക്ടറിസ്റ്റിക്. എ വേരിയബിൾ ഹൂസ് ഡൊമൈൻ റീറ്റെയിൻസ് ഓൺലി വൺ വാല്യൂ ഇൻ എ പെർട്ടിക്കുലർ സിറ്റുവേഷൻ ഈസ് കോൾഡ് കോൺസ്റ്റൻറ്റ്. അതായത് ഇപ്പോൾ നമുക്ക് ഏത് സിറ്റുവേഷൻ എടുത്താലും അങ്ങനത്തെ എക്സാമ്പിൾസ് കാണാനില്ല. ഇപ്പോൾ ഏത് കേസിൽ എല്ലാവർക്കും ഒരേ നമ്പറാണ് വരുന്നത് വിചാരിക്കാം. അതായത് ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എല്ലാവരെയും ഹൈറ്റ് അല്ലെങ്കിൽ എന്താ പറയുക, എല്ലാവരും ഏജ് എടുക്കുക എന്ന് വിചാരിച്ചു. എല്ലാവരും വേജ്, അതായത് ശമ്പളം എത്ര ഒരു കമ്പനിയിൽ എല്ലാവർക്കും ഒരേപോലത്തെ വേജാണ് വിചാരിച്ചു. അപ്പോൾ അവിടുത്തെ ഡൊമൈൻ എന്താ വരിക, അപ്പോൾ 1500 എല്ലാവരും വേജ് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ 1500 അവിടെ ഡൊമൈനിൽ ആ ഒരു വാല്യൂ മാത്രമുള്ളല്ലോ, എല്ലാവരും വാല്യൂ 1500 തന്നെയാണ്. അപ്പോൾ അങ്ങനത്തേനാണ് നമ്മൾ എന്ത് പറയുക, കോൺസ്റ്റൻറ്റ് എന്ന് പറയും. എ വേരിയബിൾ ഹൂസ് ഡൊമൈൻ റീറ്റെയിൻസ് ഓൺലി വൺ വാല്യൂ ഇൻ എ പെർട്ടിക്കുലർ സിറ്റുവേഷൻ ഈസ് കോൾഡ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ അവിടെ വേരിയബിൾ എന്താണ്, കോൺസ്റ്റൻറ്റ് അല്ലേ. അതായത് എല്ലാവർക്കും ഒരേ വാല്യൂ തന്നെ ആയതുകൊണ്ട് ആ വേരിയബിൾ അവിടെ കോൺസ്റ്റൻ്റ് ആണെന്ന് പറയും. ദ പെർട്ടിക്കുലർ ന്യൂമറിക്കൽ വാല്യൂ ഓഫ് എ വേരിയബിൾ ഫ്രം എ ഗിവൺ ഡൊമൈൻ ഓഫ് റിയൽ നമ്പേഴ്സ് വാല്യൂസ് ഈസ് കോൾഡ് എ വേരിയേറ്റ്. അതായത് ഇവിടെ ഒന്നും കൂടി പറയേണ്ടത്, ഈ വരിയിൽ ശ്രദ്ധിക്കൂ. എ വാരിയേറ്റ് ഈസ് എ ക്വാണ്ടിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്. ഇതിനേക്കാളും നിങ്ങൾക്ക് മനസ്സിലാവും ഇതാണ്. എ വേരിയേറ്റ് ഈസ്, ഇനി എന്താണ്, അപ്പോൾ നമ്മളിപ്പോൾ വേരിയബിൾ പറഞ്ഞു, ഇനി എന്താണ് വേരിയേറ്റ് എന്താണെന്നാണ് നോക്കുന്നത്. എ വേരിയേറ്റ് ഈസ് എ ക്വാണ്ടിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക് വിച്ച് ക്യാൻ ബി കാർഡിനലി മെഷേർഡ് ഓർ ഡയറക്റ്റ്ലി കൗണ്ടഡ്. ഫോർ എക്സാമ്പിൾ, ഇനി ക്വാണ്ടിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക് തന്നെയാണ് വേരിയേറ്റ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ വേരിയബിളും ക്വാണ്ടിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക് ആണ്, അതുപോലെ വേരിയേറ്റും ക്വാണ്ടിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക് ആണ്. അത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും, അതാണ് പറയുന്നത്. മെഷർ ബി കാർഡിനലി മെഷേർഡ് ഓർ ഡയറക്റ്റ്ലി കൗണ്ടഡ്. ഫോർ എക്സാമ്പിൾ, ഇഫ് ദ വേജസ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് വർക്കേഴ്സ് ആർ റെക്കോർഡഡ്, ദ വേജ് ഈസ് ദ വേരിയബിൾ. എഗെയിൻ, ഇഫ് യു കാൽക്കുലേറ്റ് ദ മീൻസ് ഓഫ് ഗിവൺ വേജസ് ഫോർ ഓൾ ദ ഗ്രൂപ്പ്, ദ മീൻ ഈസ് വേരിയേറ്റ്. അപ്പോൾ എന്താ പറഞ്ഞത്, ഈ വേരിയബിൾ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ വേജുകൾ എടുത്തു. ഈ വേജ് ഇപ്പോൾ ഇവിടെ ഈ ഒരു വരി നോട്ട് ചെയ്യണം. ഞാൻ നേരത്തെ അത് വിട്ടുപോയി. വേണ്ടെന്നല്ല, ഇവിടെ ഇതും കൂടി ശ്രദ്ധിക്കണം കേട്ടോ. ഇതും കൂടി ആകുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. ദ പെർട്ടിക്കുലർ ന്യൂമറിക്കൽ വാല്യൂ, അതായത് ഇപ്പോൾ നമ്മൾ വേരിയബിളിന് ഇപ്പോൾ ഹൈറ്റ് എടുക്കണം. ഹൈറ്റ് എന്ന് പറഞ്ഞ സാധനമാണ് വേരിയബിൾ. ആ ഹൈറ്റ് എന്താവാം, 5.1 ആവാം, 6.1 ആവാം. അങ്ങനെയുള്ള വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വേരിയേറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? വാല്യൂ എന്താണോ അതിനെയാണ് വേരിയേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട്, ഇഫ് ദ വേജസ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് വർക്കേഴ്സ് റെക്കോർഡ്, അതായത് കുറേ ഒരു ഗ്രൂപ്പ് ഓഫ് വർക്കേഴ്സിൻ്റെ സാലറി നോക്കുകയാണ്. ദ വേജ് ഈസ് ദ വേരിയബിൾ. അപ്പോൾ വേജ് എന്താണ്, വേരിയബിൾ ആണ്. എഗെയിൻ, ഇഫ് യു കാൽക്കുലേറ്റ് ദ മീൻസ് ഓഫ് ഗിവൺ വേജസ് ഫോർ ഓൾ ദ ഗ്രൂപ്പ്സ്, ദ മീൻ ഈസ് വേരിയേറ്റ്. മനസ്സിലായോ? അതായത് നമുക്ക് കുറേ ഗ്രൂപ്പ് ഓഫ് വർക്കേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ഗ്രൂപ്പത്തെയും ആൾക്കാരെ വേജുകൾ എടുത്തു. അപ്പോൾ അവിടുത്തെ വേജ് എന്ന് പറയുന്ന സാധനമാണ് അവിടുത്തെ വേരിയബിൾ. എന്താണ്, വേജ് ആണ് അവിടുത്തെ വേരിയബിൾ. ഇനി ഒരു ഗ്രൂപ്പിൻ്റെ മീൻ കണ്ടുപിടിക്കുക, വേജിൻ്റെ. അടുത്ത ഗ്രൂപ്പിൻ്റെ മീൻ കണ്ടുപിടിക്കുക. അങ്ങനെ ഓരോ ഗ്രൂപ്പിൻ്റെയും മീൻ കണ്ടുപിടിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മീൻ എന്ന് പറഞ്ഞ ഒരു ന്യൂമറിക്കൽ വാല്യൂ അല്ലേ നമുക്ക് കിട്ടുക. അതെന്തായിരിക്കും, അവിടുത്തെ ആ വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുക, വേരിയേറ്റ് എന്ന് പറയാം. മനസ്സിലായോ? ദ പെർട്ടിക്കുലർ ന്യൂമറിക്കൽ വാല്യൂ ഓഫ് എ വേരിയബിൾ. ഒരു പെർട്ടിക്കുലർ വാല്യൂ, വേരിയബിളിന് പല പല വാല്യൂസ് ഉണ്ടാവും. അതിൻ്റെ ഒരു പെർട്ടിക്കുലർ വാല്യൂവിനെ, ഏത് വാല്യൂ, ഇപ്പോൾ ഹൈറ്റ് പറയുകയാണെങ്കിൽ
5.1 ഹൈറ്റ് വരാം, അപ്പോൾ 5.1 എന്ന് പറയുന്ന ഒരു വേരിയേറ്റ് ആണ്. 6.2 വരാം, അതൊരു വേരിയേറ്റ് ആണ്. അങ്ങനെ ഓരോ വാല്യൂസിനെ നമ്മൾ എന്ത് പറയും, വേരിയേറ്റ് എന്ന് വിളിക്കും. ഇനി ദ വേരിയബിൾ ഈസ് സെഡ് ടു ബി ഡിസ്ക്രീറ്റ്. ഇനി വേരിയബിൾ രണ്ട് തരത്തിലുണ്ട്, ഡിസ്ക്രീറ്റും ഉണ്ട് കണ്ടിന്യൂസും ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ദ വേരിയബിൾ ഈസ് സെഡ് ടു ബി ഡിസ്ക്രീറ്റ് വെൻ ഇറ്റ്സ് വാല്യൂ ക്യാൻ അസ്യൂം ഓൺലി ഇൻ്റഗ്രൽ നമ്പേഴ്സ് ആൻഡ് ഇറ്റ് കനോട്ട് ബി മെഷേർഡ് ബട്ട് കൗണ്ടഡ് ഓൺലി. അതായത് ഇപ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരു സാധനത്തിൻ്റെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഉണ്ടാവും ഇവിടെ തന്നെ. അപ്പോൾ നമ്മൾ ഇതിൽ നോട്ട് ചെയ്യേണ്ട ഒന്ന് രണ്ട് ഡെഫിനിഷൻസ് ഞാൻ പറയാം. വേരിയബിളിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ളത് നോട്ട് ചെയ്യുക. എക്സാമ്പിളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. പിന്നെ ഡൊമെയിൻ എന്താണെന്നുള്ളത് നോക്കുക, പിന്നെ എന്താണ് വേരിയേറ്റ് എന്താണെന്നുള്ളത് നോക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. പിന്നെ നെക്സ്റ്റ് വേരിയബിൾ ഈസ് സെറ്റ് ടു ബി. ഇനി വേരിയബിളിൻ്റെ ഡിസ്ക്രീറ്റും കണ്ടിന്യൂസ് ആയിട്ടുള്ള കേസുകൾ. അപ്പോൾ വേരിയബിൾ എപ്പോഴാണ് ഡിസ്ക്രീറ്റ് ആണെന്ന് പറയാം. അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നോക്കിയാൽ ഫോർ ഇൻസ്റ്റൻസ് ദ നമ്പർ ഓഫ് ചിൽഡ്രൻ പെർ ഫാമിലി. മനസ്സിലായോ? അതായത് ഡിസ്ക്രീറ്റ് ആണെന്ന് പറയാം, ഒരു വേരിയബിൾ ഡിസ്ക്രീറ്റ് ആണെന്ന് പറയണമെങ്കിൽ അത് നമുക്ക് എണ്ണാനേ പറ്റുള്ളൂ. അതായത് അതിൻ്റെ നമ്പേഴ്സ്, അതായത് അതിൻ്റെ വാല്യൂസ് ഇൻഡിജേഴ്സ് ആയിരിക്കും. 1 2 3 4, അല്ലാതെ 1.5 1.6 അങ്ങനെയൊന്നും വരില്ല. 1 2 3 അങ്ങനെ ഇൻഡിജേഴ്സേ വരുന്നുള്ളൂ. അങ്ങനത്തെ ഇതിനെയാണ് നമ്മൾ എന്താ പറയുക, ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്ന് പറയുക. അപ്പോൾ നമ്പർ ഓഫ് ചിൽഡ്രൻസ് പറയുമ്പോൾ 1.5 ചിൽഡ്രൻ എന്ന് പറയുമോ? ഇല്ലല്ലോ. 1 ചിൽഡ്രൻ, 2 ചിൽഡ്രൻ, 3 ചിൽഡ്രൻ എന്നൊക്കെ അല്ലേ പറയുക. അപ്പോൾ അതെന്താണ്, ഒരു ഡിസ്ക്രീറ്റ് വേരിയബിൾ ആണ്. അല്ലെങ്കിൽ ദ നമ്പർ ഓഫ് ഹൗസസ് പെർ സ്ട്രീറ്റ്, 1.5 ഹൗസ് ഉണ്ട് എന്ന് പറയുമോ? ഇല്ലല്ലോ, ഇല്ല. അപ്പോൾ നമുക്കത് കൗണ്ട് ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, കൗണ്ട് ചെയ്യുക, ഇൻഡിജേഴ്സ് വാല്യൂ വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, discrete variable എന്ന് പറയാം. Are the cases of discrete variables? Obviously the children in a family അതൊന്നും വേണ്ട. Such data are called discrete data. ഇതാ പറയാം. ബട്ട് ഇറ്റ് ക്യാൻ ബി നമ്പർ 1.4 എന്നൊക്കെ വരാൻ പറ്റും. ചിൽഡ്രൻസിൻ്റെ നമ്പർ ഇല്ല. 2.8 വരാൻ പറ്റൂല, 4 അങ്ങനെയൊന്നും വരാൻ പറ്റൂല. അപ്പോൾ നമുക്ക് അതെന്തല്ല, അതൊക്കെ ഡിസ്ക്രീറ്റ് ആണ്. ഇനി എ വേരിയബിൾ വിച്ച് ക്യാൻ അസ്യൂം എനി വാല്യൂ, ഏത് വാല്യൂ അസ്യൂം ചെയ്യുക. ഇൻഡിജർ ആയിക്കോണമെന്നില്ല, 1.5 പറ്റും, 1.2 പറ്റും, 1.7 പറ്റും, 2.5 അങ്ങനെ ഏത് നമ്പറും അസ്യൂം ചെയ്യാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും, കണ്ടിന്യൂസ് വേരിയബിൾ എന്ന് പറയും. അപ്പോൾ ഏജ്, വേജ്, ഇൻകം, ഹൈറ്റ്, വെയ്റ്റ് എക്സെട്ര അതൊക്കെ കണ്ടിന്യൂസ് വേരിയബിൾ. അതൊക്കെ ഏത് വാല്യൂ വരാം. ഹൈറ്റൊക്കെ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിൽ നിൽക്കും, പക്ഷേ എങ്കിലും അതിൻ്റെ താഴെയുള്ളതൊക്കെ ഏത് 1.5 അങ്ങനെയൊക്കെ ഏത് പോയിന്റുകളൊക്കെ വരാം. ഇൻഡിജർ മാത്രം ആയിക്കോണമെന്നില്ല. അപ്പോൾ അങ്ങനത്തെ നമ്മൾ എന്ത് പറയുക, കണ്ടിന്യൂസ് വേരിയബിൾ എന്ന് പറയാം. ഡാറ്റ ഡിസ്ക്രൈബ്ഡ് ബൈ ദ കണ്ടിന്യൂസ് വേരിയബിൾ ആർ റെഫർ ടു ആസ് കണ്ടിന്യൂസ് ഡാറ്റ. അപ്പോൾ ഡിസ്ക്രീറ്റ് വേരിയബിൾ ഡിസ്ക്രൈബ് ചെയ്തതിനെ ഡിസ്ക്രീറ്റ് ഡാറ്റ എന്ന് വിളിക്കും. അതും കൂടി നോക്കണേ. ഡാറ്റ കൗണ്ടിങ് ഓർ എന്യൂമറേഷൻ ഓഫ് എ ഫെനോമിനൻ ഗിവ് റൈസ് ടു ഡിസ്ക്രീറ്റ് ഡാറ്റ. അതുപോലെ ഡാറ്റ ഡിസ്ക്രൈബ്ഡ് ബൈ ദ കണ്ടിന്യൂസ് വേരിയബിൾ ആർ റെഫർ ടു ആസ് കണ്ടിന്യൂസ് ഡാറ്റ. മനസ്സിലായോ? ഇനി ഡാറ്റ വിച്ച് ആർ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക് ആർ കോൾഡ് ആട്രിബ്യൂട്ട്സ്. ഇനി എന്താണ് ആട്രിബ്യൂട്ട്സ് എന്നൊക്കെ. ഇപ്പോൾ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് അല്ലെങ്കിൽ ന്യൂമറിക്കൽ ക്യാരക്ടറിസ്റ്റിക്കിനെയാണ് നമ്മൾ എന്ത് പറയുക, വേരിയബിൾ എന്ന് പറയും. ഇനി എന്താണ് ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റേറ്റീവ്, ക്വാളിറ്റി, അല്ലെങ്കിൽ അതിൻ്റെ എക്സാമ്പിൾ സെക്സ്, റിലീജിയൻ. ഇപ്പോൾ മെയിലാണോ ഫീമെയിലാണോ അതൊന്നും നമുക്ക് എണ്ണാൻ പറ്റുമോ? ഇല്ലല്ലോ, ഇല്ലേ, എണ്ണാൻ പറ്റൂല അതൊന്നും. അത് നമുക്കതിൻ്റെ ക്വാളിറ്റിയാണ്. സെക്സ് എന്താണ്, റിലീജിയൻ എന്താണ്, നാഷണാലിറ്റി എന്താണ്, ലിറ്ററസി എത്രയാണ്, അതൊക്കെ നമുക്ക് എണ്ണാൻ പറ്റുന്ന സാധനങ്ങളല്ല. അപ്പോൾ അങ്ങനത്തെ ക്യാരക്ടറിസ്റ്റിക്കിനെയാണ് നമ്മൾ എന്ത് പറയുക, ആട്രിബ്യൂട്ട്സ് എന്ന് പറയാം. മനസ്സിലായോ? ആട്രിബ്യൂട്ട്സ്. അപ്പോൾ നമ്മളിവിടെ 3 ടേംസ് പഠിച്ചു. വേരിയബിൾ എന്താണെന്ന് പഠിച്ചു, വേരിയേറ്റ് എന്താണെന്ന് പഠിച്ചു, ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്താണെന്ന് പഠിച്ചു, കണ്ടിന്യൂസ് വേരിയബിൾ എന്താണെന്ന് പഠിച്ചു. ഇനി അടുത്ത് പഠിച്ചത് ഏതാണ്, ആട്രിബ്യൂട്ട്സ് എന്താണെന്ന് പഠിച്ചു. ഡാറ്റ വിച്ച് ആർ ഓഫ് ക്വാളിറ്റേറ്റീവ് characteristics are called attributes. Attributes cannot have direct numerical measurement. അതിന് ഡയറക്റ്റ് ന്യൂമറിക്കൽ മെഷർമെൻറ്റ് ഇല്ല. പിന്നെ നമ്മൾ കൊടുക്കണം. ഇപ്പോൾ മെയിൽ ആണെങ്കിൽ 1 എന്ന് കൊടുക്കുക, ഫീമെയിൽ ആണെങ്കിൽ 2 എന്ന് കൊടുക്കുക. അങ്ങനെയൊക്കെ നമ്മൾ കൊടുത്ത് അസൈൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ വാല്യൂ ഉണ്ടാവും, അല്ലെങ്കിൽ വാല്യൂ ഉണ്ടാവില്ല. അപ്പോൾ അതാണ് ആട്രിബ്യൂട്ട്സ്. ഫോർ എക്സാമ്പിൾ സെക്സ്, റിലീജിയൻ, നാഷണാലിറ്റി, ലിറ്ററസി എക്സെട്ര ആർ ദ ആട്രിബ്യൂട്ട്സ് ഓഫ് എ പേഴ്സൺ വിച്ച് cannot be measured numerically. However, such attributes of a group of people can be counted ആൻഡ് ഐറ്റംസ് മേ ബി ക്ലാസിഫൈഡ്. നമുക്ക് കൗണ്ട് ചെയ്യാതെ എങ്ങനെ ചെയ്യാൻ പറഞ്ഞില്ലേ. ഇപ്പോൾ സെക്സിന് ഇപ്പോൾ മെയിലാണെങ്കിൽ 1 കൊടുക്കുക, ഫീമെയിലാണെങ്കിൽ 2 കൊടുക്കുക. അങ്ങനെയൊക്കെ നമുക്ക് നമ്പർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷേ ഇത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കണം, അപ്പോഴേ അതാവുള്ളൂ. അല്ലാതെ ഓൾറെഡി അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തതിനെയാണ് നമ്മൾ എന്ത് പറയുക, ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് ടൈപ്സ് ഓഫ് ഡാറ്റ.
മെയിൻലി ഡാറ്റ ക്യാൻ ബി ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു വേരിയബിൾസ് ആൻഡ് ആട്രിബ്യൂട്ട്സ്. അതായത് ക്വാണ്ടിറ്റേറ്റീവ് ആണോ ക്വാളിറ്റേറ്റീവ് ആണോ എന്നുള്ളതിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതാണ് വേരിയബിൾസ് ആൻഡ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു വേരിയബിൾസ് ഓർ ന്യൂമറിക്സ് ഈസ് കോൾഡ് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. അല്ലേ, വേരിയബിൾസ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്കാണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ക്ലാസിഫിക്കേഷനെ ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയും. ആൻഡ് ദ കറസ്പോണ്ടിങ് ഡാറ്റ ആർ കോൾഡ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. കറസ്പോണ്ടിങ് ഡാറ്റനെ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയും. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്താണ്, ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്താണെന്നുള്ളത് നോക്കുക. ഇറ്റ് ഈസ് ആൾസോ കോൾഡ് ന്യൂമറിക്കൽ ഡാറ്റ എന്ന് പറയും. കാരണം അതിനൊരു ന്യൂമറിക്കൽ വാല്യൂ ഉണ്ടാവും, അതിനെ ന്യൂമറിക്കൽ ഡാറ്റ എന്ന് പറയും. ഇൻ ആട്രിബ്യൂട്ടീവ് ക്ലാസിഫിക്കേഷൻ ഡാറ്റ ആർ ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് ആട്രിബ്യൂട്ട്സ് ഓർ ക്വാളിറ്റി ആൻഡ് ദ ഡാറ്റ റിലേറ്റഡ് ടു ഇറ്റ് ആർ കോൾഡ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ. അല്ലേ, നമ്മൾ ക്വാളിറ്റി, ആട്രിബ്യൂട്ടീവ് എന്ന് പറയുമ്പോൾ ക്വാളിറ്റിയാണ് അവിടെ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തേത് നമ്മൾ ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയും. ഇനി 3 ടൈപ്സ് ഓഫ് ഡാറ്റകളുടെ 3 ടൈപ്സ് മേ ബി അവൈലബിൾ ഫോർ എംപിരിക്കൽ അനാലിസിസ്. അപ്പോൾ 3 ടൈപ്സ് ഓഫ് ഡാറ്റകളുണ്ട്. ഒന്ന് ടൈം സീരീസ് ഡാറ്റ, അടുത്തത് ക്രോസ് സെക്ഷൻ ഡാറ്റ, മൂന്നാമത്തെ പൂൾഡ് ഡാറ്റ. ടൈം സീരീസ് ഡാറ്റ, ക്രോസ് സെക്ഷൻ ഡാറ്റ ആൻഡ് പൂൾഡ് ഡാറ്റ. അപ്പോൾ ആ 3 ഡാറ്റകളും എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ, എന്താണ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്നുള്ളതൊക്കെ നമ്മൾ നോട്ട് ചെയ്യുക. 3 ടൈപ്സ് ഓഫ് ഡാറ്റകൾ ഏതൊക്കെയാണ്? ടൈം സീരീസ് ഡാറ്റ, ക്രോസ് സെക്ഷൻ ഡാറ്റ ആൻഡ് പൂൾഡ് ഡാറ്റ. അത് 3ഉം നോട്ട് ചെയ്യുക. ഇനി നമുക്ക് നോക്കാം എന്താണ് ടൈം സീരീസ്, എന്താണ് ക്രോസ് സെക്ഷൻ, എന്താണ് പൂൾഡ് ഡാറ്റ എന്നുള്ളത് നോക്കാം. ടൈം സീരീസ് ഡാറ്റ. ടൈം സീരീസ് എന്ന് പറയുമ്പോൾ തന്നെ ഉണ്ട് നമുക്ക് ടൈമിനനുസരിച്ച് മാറുന്ന ഡാറ്റകൾ. ഇപ്പോൾ ഒരു വർഷം, അപ്പോൾ നമ്മളത് അങ്ങനത്തെ ഡാറ്റകൾ നമ്മളെങ്ങനെ കണക്കാക്കുക? ഒരു മാസത്തിൽ അല്ലെങ്കിൽ ഒരു ദിവസം, ഒരു വർഷം, ആ സമയത്തിന് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഡാറ്റകളാണ് നമ്മൾ എന്ത് പറയുക? ടൈം സീരീസ് ഡാറ്റ. എ ടൈം സീരീസ് ഈസ് എ സെറ്റ് ഓഫ് ഒബ്സർവേഷൻ ഓൺ ദ വാല്യൂസ് ദാറ്റ് എ വേരിയബിൾ ടേക്സ് അറ്റ് ഡിഫറെൻറ്റ് ടൈംസിൽ ഒരു വേരിയബിൾ എടുക്കുന്ന ഡാറ്റ ഒബ്സർവേഷൻസ്. ആ ഒരു വേരിയബിളിൻ്റെ ഒബ്സർവേഷൻസിനെയാണ് നമ്മൾ, അല്ലേ, ടൈം മാറുന്നതിനനുസരിച്ച് മാറുന്ന കാര്യങ്ങളാണ് നമ്മൾ എന്ത് പറയുക? ടൈം സീരീസ് ഡാറ്റയിൽ ഉൾപ്പെടുത്തുക. സച്ച് ഡാറ്റ മേ ബി കളക്റ്റഡ് അറ്റ് റെഗുലർ ഇൻ്റർവൽസ് ഓഫ് ടൈം, സേ ഡെയിലി, വീക്ക്ലി, മന്ത്ലി, ക്വാർട്ടർലി, ആനുവലി എക്സെട്ര. അങ്ങനെ നമുക്ക് ടൈമിനനുസരിച്ചിട്ട് ചിലതൊക്കെ ഓരോ വർഷത്തിൽ മതിയാവും, ഒരു വർഷത്തിൽ എടുക്കുന്ന കണക്കെടുപ്പായിരിക്കും, അത് അടുത്ത വർഷത്തിലാകുമ്പോൾ മാറും, അങ്ങനെയുള്ള ഡാറ്റകൾ. ടൈം സീരീസ് ഡാറ്റ ഈസ് ദ ഡാറ്റ കളക്റ്റഡ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം ആൻഡ് സബ്സ്ക്രിപ്റ്റ് ടി എന്നാണ് വിൽ ബി യൂസ്ഡ് ഫോർ ടൈം സീരീസ് ഡാറ്റയ്ക്ക് നമ്മൾ ടി എന്നാണ് ഉപയോഗിക്കുക കേട്ടോ. സ്റ്റോക്ക് പ്രൈസസ്, അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്, അതൊക്കെ നമുക്ക് ടൈമിനനുസരിച്ച് മാറും. ഇപ്പോൾ ഈ കൊല്ലത്തിലുള്ള അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ആവണമെന്നില്ല അടുത്ത കൊല്ലത്തിലുണ്ടാവുക. സെൻസസ് ഓഫ് പോപ്പുലേഷൻ, അല്ലേ, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്താ, അതിലൊക്കെ നിങ്ങൾക്ക് എളുപ്പമുള്ള എക്സാമ്പിൾ നോക്കിയാൽ മതി. അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ, അല്ലേ, ജോലി ഇല്ലാത്ത ആൾക്കാരെ റേറ്റ് ഈ വർഷത്തിലുള്ളതാവില്ല അടുത്ത വർഷത്തിൽ, അങ്ങനെയൊക്കെ മാറും. അപ്പോൾ അതൊക്കെ ടൈമിനനുസരിച്ച് മാറുന്ന സാധനം. അതായത് സെൻസസ് ഓഫ് പോപ്പുലേഷൻ, അല്ലേ, ജനസംഖ്യ സെൻസസ് ഒക്കെ ഓരോ വർഷത്തിനനുസരിച്ച് മാറുമല്ലേ. അപ്പം അങ്ങനത്തേനൊക്കെയാണ് എന്താ പറയുക? ടൈം സീരീസ് ഡാറ്റ. ടൈം സീരീസ് ഡാറ്റ ക്യാൻ ബി എയ്തർ ക്വാണ്ടിറ്റേറ്റീവ് ഓർ ക്വാളിറ്റേറ്റീവ്. പലതിനനുസരിച്ച് ക്വാളിറ്റേറ്റീവ് ആവാം, ടൈമിനനുസരിച്ച് ക്വാളിറ്റി മാറുന്നുണ്ടാവാം, ക്വാണ്ടിറ്റി മാറുന്നുണ്ടാവാം, അതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്, മെയിൽസിൻ്റെയും ഫീമെയിൽസിൻ്റെയും എണ്ണം നോക്കുകയാണ് വിചാരിക്കുക. അപ്പോൾ അത് ക്വാളിറ്റേറ്റീവ് ആണ്, അത് ഓരോ വർഷത്തിനനുസരിച്ച് മാറില്ലേ. ഒരു വർഷം എത്ര മെയിൽസ് ഉണ്ടായി അത്ര തന്നെ ആയിക്കോണമെന്നില്ല അടുത്ത വർഷം, അതൊക്കെ മാറാം. നേരെ മറിച്ച് ഇപ്പം നമ്മൾ വേജ് അങ്ങനത്തെ ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താവും? ക്വാണ്ടിറ്റേറ്റീവ് ആവും. അപ്പോൾ അത് എന്താവാം? ക്വാണ്ടിറ്റേറ്റീവ് ആവും, ക്വാളിറ്റേറ്റീവ് ആവും. അപ്പോൾ ഇതൊരു എക്സാമ്പിൾ കൊടുത്തിട്ടാണ് ഒരു ഇൻകത്തിൻ്റെ, അത് നമ്മൾ ഓരോ ഇയറിലുള്ള ഒരു GSDP എന്ന് പറഞ്ഞ ഒരു റേറ്റ് ഉണ്ട്. അതൊന്നും നമുക്ക് നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി ഇതെന്താണ് സാധനം എന്നുള്ളത്. ഇങ്ങനെ, അതായത് ഓരോ വർഷത്തിനാണ് അതിന് ഓരോ പോയിന്റ് വാല്യൂസ് വരിക, അത്ര മനസ്സിലാക്കിയാൽ മതി. കാരണം നിങ്ങൾക്ക് കൂടുതലായിട്ട് അങ്ങനത്തെ ഇതൊന്നും വേണ്ട. നമ്മളെന്താണെന്നുള്ളത്, അതായത് GSDP എന്താണെന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയണമെന്നുള്ളൂ. അപ്പോൾ നിങ്ങളതിൽ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പോകുന്നു വേണ്ട. ജസ്റ്റ് ഇതാ ഓരോ ഇയറിനും അതിന് ഓരോ വാല്യൂസാണ്, അത്ര മനസ്സിലാക്കിയാൽ മതി. ഇനി നെക്സ്റ്റ് ക്രോസ് സെക്ഷൻ ഡാറ്റ. ക്രോസ് സെക്ഷൻ ഡാറ്റ എന്ന് പറഞ്ഞാൽ, ക്രോസ് സെക്ഷൻ ഡാറ്റ ആർ ഡാറ്റ ഓൺ 1 or more വേരിയബിൾസ്. അവിടെ 1 or more വേരിയബിൾസ് ഉണ്ടാവും. അതായത് ഇപ്പോൾ നമുക്ക് കളക്റ്റഡ് അറ്റ് ദ സെയിം പോയിന്റ് ഇൻ ടൈം, അതായത് ഒരു ടൈമിൽ തന്നെ 1 or 2 വരെ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്. പോപ്പുലേഷൻ ക്ലാസിഫിക്കേഷൻ ഓഫ് പോപ്പുലേഷൻ ഇൻ സദേൺ സ്റ്റേറ്റസ് എന്നാണ്. അതായത് റൂറൽ പോപ്പുലേഷൻ എത്ര ഉണ്ട്, അർബൻ പോപ്പുലേഷൻ എത്ര ഉണ്ട്. അപ്പോൾ ഇത് രണ്ട് ക്രോസ് സെക്ട് ചെയ്ത്, അതായത് ഇതൊന്നും
ഇത് ഒരേ ടൈമിൽ നടക്കുന്നതാണ്, പക്ഷെ ഇത് റൂറലിൻ്റെ വേറെ അർബൻ്റെ വേറെ 2 വേരിയബിളാണിത്. റൂറൽ ഒരു വേരിയബിൾ, അർബൻ ഒരു വേരിയബിൾ. അങ്ങനെ ചെയ്യണതിനെയാണ് നമ്മൾ എന്ത് പറയുക, ക്രോസ് സെക്ഷൻ ഡാറ്റ എന്ന് പറയാം. 2 വേരിയബിൾസ് ഉണ്ടാവും അവിടെ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ സച്ച് എസ് സെൻസസ് ഓഫ് പോപ്പുലേഷൻ കണ്ടക്റ്റഡ് ബൈ ദ സെൻസസ് ബ്യൂറോ എവറി 10 years. അപ്പോൾ നമുക്ക് അതൊക്കെ അതായത് നമുക്ക് അതായത് നമ്മൾ അതിനെ തന്നെ തരം തിരിക്കുകയാണ്. ഇപ്പോൾ സെൻസസ് ഓഫ് പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ പല രീതിയിൽ നമ്മൾ ജനസംഖ്യ എടുക്കുക എന്ന് പറഞ്ഞാൽ പല രീതിയിൽ നമ്മൾ എടുക്കും, അതിനെ പല ഡിവിഷൻ വെക്കും അവിടെ. അപ്പോൾ അങ്ങനെ ഒരേ ടൈമിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും, പക്ഷേ ഓരോ പല സെക്ഷനുകളായിട്ട് നമ്മൾ ചെയ്യും. എത്ര മെയിൽസിൻ്റെ എണ്ണം ഉണ്ട്, എത്ര ഫീമെയിൽസിൻ്റെ എണ്ണം ഉണ്ട്, അങ്ങനെ ഓരോന്ന് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒന്നില്ല നമ്മൾ എന്താ പറയുക, ക്രോസ് സെക്ഷൻ ഡാറ്റ എന്ന് പറയാം. അപ്പോൾ ഈ ദ ഒബ്സർവേഷൻ സബ്സ്ക്രിപ്റ്റ് ഐ വിൽ ബി യൂസ്ഡ് ഫോർ ക്രോസ് സെക്ഷൻ ഡാറ്റ. ക്രോസ് സെക്ഷൻ ഡാറ്റയ്ക്ക് ഏതാണ് ഉപയോഗിക്കുന്നത്, ഐ. അപ്പോൾ ഇതാണ് ക്രോസ് സെക്ഷൻ ഡാറ്റ. ഇനി നമുക്ക് അടുത്തത് പൂൾഡ് ഡാറ്റ എന്താ നോക്കാം. പൂൾഡ് ഡാറ്റ എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി മിക്സ് ആയത്, അതായത് ടൈമും നോക്കുന്നുണ്ട്, ക്രോസ് സെക്ഷനും ആവണം. അതായത് ഇപ്പോൾ ഒരു ടൈമിൽ റൂറൽ പോപ്പുലേഷൻ എത്ര, അർബൻ പോപ്പുലേഷൻ എത്ര, അടുത്ത ടൈമിൽ റൂറൽ എത്ര, അർബൻ എത്ര, അങ്ങനെ രണ്ടും കൂടി ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുക, പൂൾഡ്. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ബോത്ത് ടൈം സീരീസ് ആൻഡ് ക്രോസ് സെക്ഷൻ ഡാറ്റ. മനസ്സിലായോ? രണ്ടിൻ്റെയും കൂടി ഇതിനുള്ളതിനാണ് നമ്മൾ എന്ത് പറയുക, പൂൾഡ് ഡാറ്റ. അപ്പോൾ നമ്മൾ 3 ടൈപ്സ് ഓഫ് ഡാറ്റ ആണ് പഠിച്ചത്. ഒന്ന് ടൈം സീരീസ് ഡാറ്റ, രണ്ടാമത്തെ ക്രോസ് സെക്ഷൻ ഡാറ്റ, മൂന്നാമത്തത് പൂൾഡ് ഡാറ്റ. The consumption of data for different years for different groups of people is an example of pooled data. അല്ലേ, ഡിഫറെൻറ്റ് ഇയേഴ്സിൽ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സിൻ്റെ കൺസംപ്ഷൻ ഓഫ് ഡാറ്റ എങ്ങനെയാണ്, അതൊക്കെയാണ്. അതായത് ഈ ഒരു എക്സാമ്പിൾ തന്നെ നോക്കിയാൽ മതി. നമ്മൾ റൂറലും അർബനും ഓരോ വർഷത്തിലും ചെയ്യുമ്പോൾ നമുക്കതെന്താവും, പൂൾഡ് ഡാറ്റ ആവും. നേരെ മറിച്ച് ഒരൊറ്റ വർഷത്തിൽ ചെയ്യുന്നതിന് നമ്മളെന്താവും, ക്രോസ് സെക്ഷൻ ഡാറ്റ ആവും. പിന്നെ ദർ ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പൂൾഡ് ഡാറ്റ കോൾഡ് പാനൽ ഡാറ്റ, ലോഞ്ചിറ്റ്യൂഡിനൽ ഡാറ്റ. ഇതൊക്കെ അതിൻ്റെ ഒരു ഡിഫറെൻറ്റ് കൈൻഡ്സ് ആണ്. ഇൻ വിച്ച് ദ സെയിം ക്രോസ് സെക്ഷണൽ യൂണിറ്റ് ഈസ് സർവേഡ് ഓവർ ടൈം. അപ്പോൾ സെയിം ക്രോസ് സെക്ഷണൽ യൂണിറ്റ് തന്നെ, അത് ജസ്റ്റ് മനസ്സിലായി എന്താണെന്നുള്ളത്. അതൊക്കെ അതിൻ്റെ ഓരോ സ്പെഷ്യൽ ടൈപ്പുകളാണ്. നമുക്ക് അതിനെക്കുറിച്ച് കാര്യമായിട്ട് പഠിക്കാനില്ല. പാനൽ ഡാറ്റ, ലോഞ്ചിറ്റ്യൂഡിനൽ ഡാറ്റ, അതൊക്കെ അതിൻ്റെ സ്പെഷ്യലായിട്ടുള്ള കേസുകൾ. അത് ഓരോ ടൈം കഴിയുമ്പോഴും ഓരോ ക്രോസ് സെക്ഷനിലുള്ള എന്തൊക്കെ വ്യത്യാസം വരും എന്നുള്ളത് നോക്കാം. അതിന് ഓരോതിനനുസരിച്ചിരിക്കും. അത് നിങ്ങൾ ജസ്റ്റ് എന്താണ്, അതൊക്കെ അതിൻ്റെ ഒരു സ്പെഷ്യൽ ടൈപ്പാണ്. നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല. അപ്പോൾ ഇതാണ് പൂൾഡ് ഡാറ്റ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നോമിനൽ ആൻഡ് ഓർഡിനൽ ഡാറ്റ. ഇത് നമ്മൾ അപ്പോൾ ഈ ഇപ്പം മുന്നേ പറഞ്ഞ 3 ബേസിക് ആയിട്ടുള്ളത്. ഇത് വേറൊരു രീതിയിൽ, ഇത് ശരിക്കും ടൈപ്സ് ഓഫ് ഡാറ്റ എന്ന് പറയുന്ന ആ ഒരു ഗണത്തിലല്ലെങ്കിൽ പോലും ഇത് നമ്മൾ വേറൊരു രീതിയിൽ പറയുന്ന ഒരു ഡാറ്റ. എങ്ങനെ ഇതെന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു സെക്സ്. ഇപ്പോൾ മെയിലോ ഫീമെയിലോ, മെയിലാണെങ്കിൽ 0, ഇതവിടെ ഒരു എക്സാമ്പിൾ. മെയിലാണെങ്കിൽ 0 കൊടുക്കുക, ഫീമെയിൽ ആണെങ്കിൽ 1 കൊടുക്കുക. അങ്ങനെ നമുക്ക് ഈ സെക്സിനെ നമുക്ക് നോമിനലാക്കാം, അതായത് ന്യൂമറിക്കലി ആക്കാം. അങ്ങനെയുള്ള ഡാറ്റകൾ, അങ്ങനെ ആക്കാൻ പറ്റുന്ന ഡാറ്റകളാണ് നമ്മൾ എന്ത് പറയുക, നോമിനൽ ഡാറ്റ എന്ന് പറയാം. ഇപ്പോൾ നോക്കൂ, വി ക്യാൻ റെക്കോർഡ് സെക്സ് ഓഫ് എ പേഴ്സൺ ആസ് 0 and 1 കറസ്പോണ്ടിങ് ടു എ മെയിൽ ഓർ എ ഫീമെയിൽ. Similarly, we can record a person's marital status as 1, 2, 3 or 4 depending on whether the person is single, married, widowed or divorced. എന്താ പറയുന്നത്, ഇങ്ങനെ ആക്കുക. അതായത് നമുക്കതിനൊരു ന്യൂമറിക്കലി കൊണ്ടുവരാൻ പറ്റുന്ന ഡാറ്റകളെയാണ് നമ്മൾ എന്ത് പറയുക, നോമിനൽ ഡാറ്റ. അതായത് നമുക്കതിനൊരു നമ്പർ അസൈൻ ചെയ്ത് കൊടുത്തിട്ട് ആക്കാം. അതായത് ഇപ്പോൾ നമ്മളിവിടെ ഒരു എക്സാമ്പിൾ പറയുന്നത് കണ്ടോ. ഇപ്പോൾ ഒരു പേഴ്സൺ സിംഗിൾ ആണെങ്കിൽ അവർക്ക് 1 നമ്പർ കൊടുത്തു, മാരീഡ് ആണെങ്കിൽ 2 കൊടുത്തു, വിഡൗഡ് ആണെങ്കിൽ 3 കൊടുത്തു, ഡിവോഴ്സ്ഡ് ആണെങ്കിൽ 4 കൊടുത്തു. ആ 4 സ്റ്റേറ്റുകളിലുള്ള എന്തായാലും ഉണ്ടാവും. ഒന്നെങ്കിൽ സിംഗിൾ ആയിരിക്കും, അല്ലെങ്കിൽ മാരീഡ് ആയിരിക്കും, അല്ലെങ്കിൽ വിഡൗഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഡിവോഴ്സ്ഡ് ആയിരിക്കും. ആ 4 സ്റ്റേറ്റ് അല്ലേ ഒരാൾക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് 4നും 4 നമ്പേഴ്സ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു. അങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന, എല്ലാതും അങ്ങനെ പറ്റിക്കോണമെന്നില്ല. അപ്പം അങ്ങനെ പറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, നോമിനൽ ഡാറ്റ എന്ന് പറയുക. ഇൻ ദിസ് ആർട്ടിഫിഷ്യൽ ഓർ നോമിനൽ വേ കാറ്റഗറിക്കൽ ഡാറ്റ ക്യാൻ ബി മെയ്ഡ് ഇൻ ടു ന്യൂമറിക്കൽ ഡാറ്റ. അല്ലേ, അതൊരു കാറ്റഗറിക്കൽ ഡാറ്റയാണ്. മെയിൽ ഓർ ഫീമെയിൽ എന്നുള്ളതൊരു കാറ്റഗറിയാണ്. അതിനെ നമുക്ക് ന്യൂമറിക്കലി മാറ്റാൻ പറ്റും. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, നോമിനൽ ഡാറ്റ എന്ന് പറയാം. നോമിനൽ ഡാറ്റ ആർ ന്യൂമറിക്കൽ ഇൻ നെയിം ഓൺലി. നെയിമിൽ മാത്രമേ നമുക്ക് നോമിനൽ ആവുള്ളൂ. അത് ശരിക്കും ഈ നമ്പറുകൾ നമുക്ക് ആഡ് ചെയ്യാനോ കുറക്കാനോ കൂട്ടാനൊക്കെ പറ്റുമോ? ഇല്ല. അത് മെയിൽ നില്ലിന് 1, അല്ലെങ്കിൽ മെയിൽ നില്ലിന് 0, ഫീമെയിൽ നില്ലിന് 1. അല്ലാതെ അത് 0യും 1 അങ്ങനെ കൂട്ടാനോ കുറക്കാനൊന്നും അവിടെ അങ്ങനത്തെ കാൽക്കുലേഷൻസ് ഒന്നും ഇവിടെ പറ്റൂല. ജസ്റ്റ് ഒരു ഇത് കൊടുത്ത് അത് അസൈൻ ചെയ്ത് കൊടുക്കുക, ഒരു നമ്പർ, അത്രയേ ഉള്ളൂ. നോമിനൽ സ്കെയിൽ മെഷർമെൻറ്റ്സ് ആർ യൂസ്ഡ് ഫോർ ഐഡൻറ്റിഫൈങ് ഫുഡ് ഹാബിറ്റ്സ്. വെജിറ്റേറിയൻ ഓർ നോൺ വെജിറ്റേറിയൻ അത് കൊടുക്കാം അല്ലേ. വെജിറ്റേറിയന് 0 കൊടുക്കാം, നോൺ വെജിറ്റേറിയൻ 1 കൊടുക്കാം. മെയിൽ ഓർ ഫീമെയിൽ കൊടുക്കാം. കാസ്റ്റ്, റെസ്പോണ്ടൻസ്,
ബ്രാൻഡ്സ്, ആട്രിബ്യൂട്ട്സ്, ഷോസ് എക്സെട്ര അതിനൊക്കെ നമുക്ക് നമ്പേഴ്സ് കൊടുക്കാം. ഇനി ദ അസൈൻഡ് നമ്പേഴ്സ് കനോട്ട് ബി ആഡഡ്. അതാണ് ഞാൻ പറഞ്ഞത്, സബ്സ്ട്രാക്ട് ചെയ്യാൻ പറ്റൂല, ആഡ് ചെയ്യാൻ പറ്റൂല, മൾട്ടിപ്ലൈ ചെയ്യാനും ഡിവൈഡ് ചെയ്യാനൊന്നും പറ്റൂല. ദ ഓൺലി അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ദാറ്റ് ക്യാൻ ബി ക്യാരിഡ് ഔട്ട് ആർ ദ കൗണ്ട് ഓഫ് ഈച്ച് കാറ്റഗറി. നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും, എത്ര മെയിൽസ് ഉണ്ട് അല്ലേ, അല്ലെങ്കിൽ 1 0 1 അത് കൊടുക്കുക, കൗണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതേ ഉള്ളൂ. എത്ര എണ്ണം ഉണ്ട്, എത്ര മെയിൽസ് ഉണ്ട്, അങ്ങനെ നമുക്ക് കൗണ്ട് ചെയ്യാനേ അവിടെ പറ്റുള്ളൂ. ഇനി ഇത് അടുത്തത് ഓർഡിനൽ ഡാറ്റ. ഓർഡിനൽ ഡാറ്റ എന്ന് പറഞ്ഞാൽ ഇൻ ദോസ് സിറ്റുവേഷൻസ് വെൻ വി കനോട്ട് ഡു എനിത്തിങ് എക്സെപ്റ്റ് സെറ്റപ്പ് ഇൻഇക്വാളിറ്റീസ് വി റെഫർ ടു ദ ഡാറ്റ ആസ് ഓർഡിനൽ ഡാറ്റ. ഇപ്പം നമ്മൾ ചിലതിന് നമ്പർ കൊടുത്തു, ഇനി അങ്ങനത്തെ നമ്പറുകളിൽ നമ്മൾ ഇൻഇക്വാളിറ്റീസ് വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ ഓർഡിനൽ ഡാറ്റ എന്ന് പറയുന്നത്. ദ ഓർഡിനൽ ഡാറ്റ മേ ബി യൂസ്ഡ് ടു ഡെസിഗ്നേറ്റ് ഹാപ്പിയർ ദാൻ, പ്രിഫേർഡ് ടു ആൻഡ് സോ ഓൺ. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മനസ്സിലാവും. എക്സാമ്പിൾസ് ഓഫ് ഓർഡിനൽ സ്കെയിൽ ഇൻക്ലൂഡിങ് ക്വാളിറ്റി റാങ്കിങ്. ഇപ്പോൾ ഒരു നല്ലൊരു എക്സാമ്പിൾ ഇവിടെ ഉണ്ട്. റാങ്കിങ് ഓഫ് ദ ടീംസ് ഇൻ എ ടൂർണമെൻറ്റ്. അതായത് ഒരു ടൂർണമെൻറ്റിൽ കുറേ ടീംസിന് നമ്മൾ ഓരോ റാങ്കുകൾ കൊടുത്തു അല്ലേ. ഫസ്റ്റ് കിട്ടണതിന് 1 എന്ന് കൊടുത്തു, സെക്കൻഡ് കിട്ടും. ഇപ്പം നമ്മൾ നേരത്തെ നോമിനൽ ഡാറ്റൻ്റെ പോലെ ഓരോ പ്ലേസിൽ വരുന്നവർക്കും ഓരോ നമ്പർ കൊടുത്തു. അപ്പോൾ ആ നമ്പർ നമുക്ക് അവിടെ കമ്പയർ ചെയ്യാൻ പറ്റൂല. ഇപ്പോൾ ഫസ്റ്റ് കിട്ടിയവന് മറ്റവനേക്കാളും മുന്നിലാണെന്ന് പറഞ്ഞൂടെ, നമുക്കത് കമ്പയർ ചെയ്യാൻ പറ്റൂല നമ്പറുകൾ തമ്മിൽ. നേരെ മറിച്ച് മെയിൽ ഓർ ഫീമെയിൽ എന്നുള്ളിടത്ത് കമ്പയർ ചെയ്യാനൊന്നും പറ്റൂല ഇല്ലല്ലോ. നമുക്ക് മെയിൽ നിലയിൽ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ എന്നുള്ളത് പറയാൻ പറ്റൂല. ബട്ട് ഇപ്പോൾ ടീമിൻ്റെ റാങ്കിങ്ങിന് ഒരാൾക്ക് കൂടുതലാണ് മറ്റൊരേക്കാളും, അങ്ങനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഡാറ്റ തന്നെയാണ് നമ്മൾ എന്ത് പറയുക, ഓർഡിനൽ ഡാറ്റ. അതിൻ്റെ എക്സാമ്പിൾ തന്നെയാണ് ഇത്. റാങ്കിങ് ഓഫ് ദ ടീംസ് ഇൻ എ ടൂർണമെൻറ്റ്, റാങ്കിങ് ഓഫ് പ്രിഫറൻസ് ഫോർ കളേഴ്സ്, അങ്ങനത്തെ അതൊരു എക്സാമ്പിളാണ്. ആസ് ദ ഓർഡിനൽ സ്കെയിൽ മെഷർമെൻറ്റ് ഈസ് ഹയർ ദാൻ. ഇനി അപ്പോൾ ഓർഡിനൽ എന്ന് പറഞ്ഞാൽ ശരിക്കും നോമിനൽ ആവണം, എല്ലാ നോമിനലും ഓർഡിനൽ ആവില്ല അല്ലേ. അതാ ഇവിടെ ഒരു പറയുന്നുണ്ട്, ആൾ ദി സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് വിച്ച് ആർ ആപ്ലിക്കബിൾ ഇൻ ദ കേസ് ഓഫ് നോമിനൽ സ്കെയിൽ മെഷർമെൻറ്റ് കൻ ആൾസോ ബി. ഇവിടെ ലാസ്റ്റ് പറയുന്നുണ്ട് നമുക്ക് നോമിനൽ, കാരണം മെയിൽ ഓർ ഫീമെയിൽ എന്നുള്ള നോമിനലാണ്. അതുപോലെ റാങ്കിങ് ഓഫ് ടീംസും നോമിനലാണ്, കാരണം നമുക്ക് നമ്പർ കൊടുക്കാൻ പറ്റും. ഈ നമ്പറിന് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഓർഡിനലാവും, അത് നോമിനൽ. പക്ഷേ മെയിൽ ഓർ ഫീമെയിൽ എന്നുള്ളത് ഓർഡിനലല്ല, നോമിനലാണ്. അതായത് എല്ലാ നോമിനലും ഓർഡിനലാവില്ല, ബട്ട് എല്ലാ ഓർഡിനലും നോമിനലാണ്. അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അതായത് ആസ് ദ ഓർഡിനൽ സ്കെയിൽ മെഷർമെൻറ്റ് ഈസ് ഹയർ ദാൻ ദ നോമിനൽ സ്കെയിൽ മെഷർമെൻറ്റ്. നോമിനൽ സ്കെയിൽ മെഷർ ചെയ്യുന്നതിനേക്കാൾ ഒന്നും കൂടി ഇതാണ് ഓർഡിനൽ, ഒന്നും കൂടി നമുക്ക് കമ്പാരിസണും കൂടി അവിടെ പോസിബിളാണ്. ആൾ ദി സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് വിച്ച് ആർ ആപ്ലിക്കബിൾ ഇൻ ദ കേസ് ഓഫ് നോമിനൽ സ്കെയിൽ മെഷർമെൻറ്റ്. അപ്പോൾ നോമിനൽ സ്കെയിലിൽ എന്തൊക്കെ ആപ്ലിക്കബിൾ ആണോ നമുക്കതൊക്കെ ഓർഡിനൽ സ്കെയിലും മെഷർ ചെയ്യാൻ പറ്റും. പക്ഷേ ഓർഡിനൽ സ്കെയിലിൽ മെഷർ ചെയ്യാൻ പറ്റുന്നതൊക്കെ നോമിനലായിക്ക് മെഷർ ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല. കാരണം എന്താണ്, എല്ലാ ഓർഡിനലും നോമിനലല്ല, ബട്ട് എല്ലാ നോമിനലും എല്ലാ നോമിനലും ഓർഡിനലല്ല, ബട്ട് എല്ലാ ഓർഡിനലും എന്താണ്, നോമിനലാണ്. However, the reverse is not true. This is because ordinal scale data can be converted into nominal scale data, but not the other way around. അതാണ് പറഞ്ഞതല്ല. ഓർഡിനൽ എന്ന് പറഞ്ഞാൽ നോമിനലാണ് ഫസ്റ്റ് ഓഫ് ഓൾ, എന്നിട്ടാണ് അവിടെ കമ്പാരിസൺ നടത്തുന്നത്. നോമിനൽ എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ കമ്പാരിസൺ ചിലപ്പോൾ പറ്റിക്കോണമെന്നില്ല, എല്ലാ സമയത്തും പറ്റിക്കോണമെന്നില്ല. അങ്ങനെ പറ്റുന്ന കേസുകളാണ് ഓർഡിനൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും, അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇത് എല്ലാതും ആരുവലിച്ച് എഴുതണ്ട. എന്താണ് നോമിനൽ ഡാറ്റ, എന്താണ് ഓർഡിനൽ ഡാറ്റ, അങ്ങനെ അതിൻ്റെ സിമ്പിൾ ഡെഫിനേഷൻ മാത്രം എഴുതിയാൽ മതി. ഇനി ഇതിൻ്റെ ഫോട്ടോസ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പറയാം. എന്തെങ്കിലും ബുദ്ധിമുട്ടോ എന്തെങ്കിലും ക്ലാസ്സിൽ ബുദ്ധിമുട്ടോ മനസ്സിലാവായികയോ നോട്ടിൻ്റെ എന്തെങ്കിലും ആവശ്യമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.